ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 31-ാം വാക്യം. ഇവിടെ നിന്ന് പോവുക, ഹെറോദോസ് നിന്നെ കൊല്ലുവാൻ ഒരുങ്ങുന്നു. ഫരിസേയർ വന്ന് ഈശോയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എന്താണ് മുന്നറിയിപ്പ് എന്ന് പറയുന്നത്? ദേ, എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് പോവുക, കാരണം നിന്നെ കൊല്ലാനായിട്ട് ഹെറോദോസ് തയ്യാറാവുകയാണ്. ഈശോ എന്താ ചെയ്തത്? ഫരിസേയർ പറയുന്നത് കേട്ട് പേടിച്ച് ഓടിപ്പോകുന്ന ഒരു ഈശോയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോയ്ക്ക് ഒരു പേടിയില്ലായിരുന്നല്ലേ? ഭയങ്കര ധൈര്യമായിരുന്നു. ദൈവവചനം ആരുടെയും മുൻപിൽ ധൈര്യത്തോടുകൂടി പ്രഘോഷിക്കാനായിട്ട് അവൻ തയ്യാറായി. എത്ര പീഡകൾ വേണമെങ്കിലും ഈ ദൈവവചനത്തിനു വേണ്ടി ഏറ്റെടുക്കാനായിട്ട് അവൻ തയ്യാർ. അത്രയേറെ ആത്മധൈര്യം ഈശോയുടെ ജീവിതത്തില് ഈശോയ്ക്കുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, ഈ ഒരു വിജനം ഈശോ എനിക്ക് നൽകുമ്പോൾ എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ജീവിതത്തിൽ നിനക്ക് ധൈര്യമുണ്ടോ? നമുക്കൊക്കെ ഒരു പക്ഷേ ഇന്ന് ധൈര്യം നഷ്ടപ്പെട്ടു പോവുകയാണ്. തമ്പുരാന്റെ വചനത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ സഹനം ഉണ്ടാകുമോ? അതുകൊണ്ട് ഞാൻ ഈ വചനം പാലിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവനാമത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ എന്റെ സ്ഥാനം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ? ഭൗതികമായ സുഖ സൗകര്യങ്ങൾ എന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ? ഇങ്ങനെ പല ചിന്തകള് എന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ പലപ്പോഴും ദൈവവചനം പാലിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുന്നില്ല. വലിയൊരു പരാജയമാണ്. ധൈര്യം നഷ്ടപ്പെട്ട് ഭയത്തില് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. നമ്മൾ ഭയത്തിൽ ജീവിക്കേണ്ടവനല്ല. നമ്മൾ ക്രൈസ്തവനാ. മിശിഹായുടെ മകനും മകളുമായിട്ട് ജീവിക്കണമെങ്കിൽ എന്റെ ജീവിതത്തില് എപ്പോഴും ധൈര്യമുണ്ടായിരിക്കണം. ധൈര്യത്തോടുകൂടി ദൈവവചനത്തിന് വേണ്ടി നിലകൊള്ളാനായിട്ട് സാധിക്കണം. ഈ തമ്പുരാന്റെ വചനത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ സഹനമുണ്ടാവാം, വേദനകളുണ്ടാവാം, മരണമുണ്ടാവാം. പക്ഷെ ഇവിടെയൊന്നും വീണു പോകാതെ ദൈവവചനം കാത്ത് ജീവിക്കാനായിട്ടുള്ള ധൈര്യം ഉണ്ടാവണം. എവിടെ നിന്നാണ് എനിക്ക് ധൈര്യം കിട്ടുന്നത്? ഈശോയ്ക്ക് ഈ ധൈര്യം കിട്ടുന്നത് എവിടെ നിന്നാ? പിതാവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന്. എനിക്കും ലഭിക്കണമെങ്കിൽ ഈ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താണത്? ദൈവവുമായിട്ട് നല്ല ഒരു സ്നേഹബന്ധം ഉണ്ടായിരിക്കണം. ദൈവവുമായിട്ട് നല്ലൊരു സ്നേഹബന്ധം എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എനിക്കും നല്ല ധൈര്യം ഉണ്ടാവും. എത്ര വലിയ പീഡകൾ ഉണ്ടായാലും ദൈവവചനം ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ധൈര്യത്തോടുകൂടി ആരുടെയും മുൻപില് തമ്പുരാന്റെ വചനം പ്രഘോഷിക്കാനായിട്ട് നമുക്ക് തയ്യാറാവും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ധൈര്യം വീണ്ടെടുക്കാം. ദൈവസന്നിധിയിലിരുന്ന് അവനിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാനായിട്ട് ആ ധൈര്യത്തോടുകൂടി ഈ ലോകത്തിന്റെ അതിർത്തികളോളം പോയി ദൈവവചനം ധൈര്യത്തോടുകൂടി പ്രഘോഷിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.